നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പിണറായി പൊട്ടൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കണ്ടെത്തിയ മൂർഖൻ പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞു. സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരിയുടെ സംരക്ഷണയിൽ കൃത്രിമ ആവാസ് വ്യവസ്ഥയിലാണ് 10 മൂർഖൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. ഇക്കഴിഞ്ഞ മാർച്ച് 14-നായിരുന്നു പിണറായി പൊട്ടൻപാറയിലെ ഒരു വീട്ടുപറമ്പിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും 15 പാമ്പിൻ മുട്ടുകളെയും കണ്ടെത്തിയത്. തുടർന്ന് കണ്ണവം ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത്, സെക്ഷൻ ഓഫീസർ ജിജിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം മൂർഖനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. 15 മുട്ടകൾ ലഭിച്ചതിൽ 10 മുട്ടകൾ വിരിഞ്ഞു. 2 മാസത്തോളം എടുത്താണ് മുട്ടകൾ വിരിഞ്ഞതെന്ന് സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരി പറഞ്ഞു. പിണറായി പഞ്ചായത്തിൽ പൊട്ടൻപാറ എന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു റെസ്ക്യൂ കോൾ ഉണ്ടായി. ഒരു പാമ്പിനെയും കുറച്ച് മുട്ടകളും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഒരു മൂർഖൻ പാമ്പും കുറച്ച് മുട്ടകളുമാണ്. ആ മൂർഖൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് അതിനുശേഷം അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുകയും മുട്ട സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് സാറിനെയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജിൽ സാറിനെയും ഈ ഒരു മുട്ട സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം മുട്ട വിരിയിക്കാൻ വെച്ചു. 2 മാസത്തോളം സമയമെടുത്തതിന് ശേഷം മുട്ട വിരിയുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 15ഓളം മുട്ട ഉണ്ടായിരുന്നു. അതിൽ 10ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് എത്ര മാസം എടുത്തിട്ടാണ് ഈ മുട്ടകൾ വിരിയുന്നത്? അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഈ മുട്ടകൾ കൃത്രിമ സാഹചര്യം ഒരുക്കി അങ്ങനെയാണ് വിരിയിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ ഇനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉൾക്കാട്ടിലേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. പാമ്പിൻ കുഞ്ഞുങ്ങളെ പിന്നീട് വനം വകുപ്പിന് കൈമാറും. കൂടാതെ തലശ്ശേരി ഉസൻമുട്ടയിൽ നിന്നും ചിറകിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ വെള്ളവയറൻ കടൽപ്പരുന്തിനെയും മാർക്ക് പ്രവർത്തകൻ ബിജിലേഷ് സംരക്ഷിച്ച് വരുന്നുണ്ട്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.